ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഇൻഡസ് വാലി സിവിലൈസേഷനെ കുറിച്ചാണ്. ഇൻഡസ് വാലി സിവിലൈസേഷൻ എക്സ്കവേഷൻസ് നടത്തിയത് ഡോക്ടർ ദയാറാം സാഹ്നി, R.D. ബാനർജി, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സർ ജോൺ മാർഷൽ, വൈസ് ഹാരപ്പൻ സിവിലൈസേഷൻ ഓൾസോ നോൺ ആസ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. പിന്നെ ഇൻഡസ് വാലി സിവിലൈസേഷൻ പ്രസൻ്റ്ലി ഏതൊക്കെ ഭാഗത്താണ് കിടക്കുന്നത്, നേരത്തെ ഉണ്ടായിരുന്ന ഭാഗത്തിൻ്റെ പേരും ഇപ്പോഴത്തെ ആ ഭാഗത്തിൻ്റെ പേരും, പിന്നെ ഫീച്ചേഴ്സ് ഓഫ് ദ സിറ്റീസ്, പാർട്സ് ഓഫ് ഹാരപ്പൻ സിറ്റീസ്. ദെൻ അത്രയാണ് നമ്മൾ പഠിച്ചത്. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനും പറഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഗ്രാനറി ആൻഡ് അഗ്രികൾച്ചർ. ഗ്രാനറി ആൻഡ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത് അവിടുത്തെ ധാന്യപ്പുരകളും കൃഷിയെയും കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. ശ്രദ്ധിക്കുക. Granaries are significant among the ruins discovered from Harappa. They were big buildings with the facility to dry and store grains. The remains of wheat, barley, millet, sesame, pulses, etc. have been found here. അപ്പോൾ ഇവിടെ പറയുന്നത് ഹരപ്പയിൽ കണ്ടെത്തിയ നഗരാവശിഷ്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അവിടുത്തെ ധാന്യപ്പുരകൾ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ധാന്യങ്ങൾ ശേഖരിക്കുന്ന സ്ഥലങ്ങൾ. എന്തൊക്കെ ധാന്യങ്ങളാണ് അവർ ശേഖരിച്ച് വെച്ചിരുന്നത്. അപ്പോൾ ധാന്യങ്ങൾ ഉണക്കാനും സംഭരിക്കാനുമുള്ള സൗകര്യങ്ങളുണ്ടായിരുന്ന വലിയ കെട്ടിടങ്ങളായിരുന്നു ഈ ധാന്യപ്പുരകൾ, ഗ്രാനറീസ് എന്ന് പറയുന്നത്. ഗോതമ്പ്, ബാർലി, തിന, എള്ള്, പയറുവർഗ്ഗങ്ങൾ തുടങ്ങിയവയാണ് അവർ അവിടെ ശേഖരിച്ച് വെച്ചിരുന്നത്. ഇത് അവിടെ നിന്ന് ലഭിച്ച ഈ ധാന്യങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അവിടെ അങ്ങനത്തെ ധാന്യങ്ങളാണ് ശേഖരിച്ചിരുന്നത്. ഗുജറാത്തിലെ രംഗ്പൂർ, ലോത്തൽ എന്നിവിടങ്ങളിൽ നിന്ന് നെല്ല് കൃഷി ചെയ്തതിൻ്റെ തെളിവുകളും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക. Evidence of the rice cultivation has been uncovered from Rangpur and Lothal in Gujarat. Cotton was also cultivated. അവിടെ പരുത്തിയും കൃഷി ചെയ്തിരുന്നു. The urban folk depended on the villages for food and work. അപ്പോൾ നഗരത്തിൽ താമസിച്ചിരുന്ന ആൾക്കാർക്ക് ഗ്രാമവാസികളെയാണ് അവർക്ക് ഭക്ഷണത്തിനും ജോലിക്കും വേണ്ടിയിട്ടൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. The urban folk depended on the villages for food and work. The villages were the major market for urban പ്രോഡക്റ്റ്. അപ്പോൾ ഈ അർബൺ പ്രോഡക്റ്റുകൾ, നഗരങ്ങളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന വസ്തുക്കൾ ഒക്കെ പ്രധാനമായിട്ടും ഒരു വിപണന കേന്ദ്രമായിട്ട് കണ്ടിരുന്നത് അവർ ഗ്രാമങ്ങളെ ആയിരുന്നു. അപ്പം ധാന്യപ്പുരകൾ, കൃഷി. അതായത് അവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ: Examine the role played by the villages in the existence of the Harappan civilization. അപ്പോൾ ഹാരപ്പൻ സിവിലൈസേഷൻ്റെ നിലനിൽപ്പിന് ഗ്രാമങ്ങൾ വഹിച്ച പങ്ക് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നു. അവിടെ നമുക്ക് കണ്ടു, the urban folk depended on the villages for food and work. The villages were the major market for the urban products. The agricultural fields in the villages were very fertile. അപ്പം വില്ലേജിലുണ്ടായിരുന്ന കൃഷിഭൂമി എന്ന് പറയുന്നത് വളരെ ഫലഭൂയിഷ്ഠമായിരുന്നു. ഇറ്റ് ഈസ് ദ അലൂവിയൽ സോയിൽ ഡെപ്പോസിറ്റഡ് ബൈ റിവർ ഇൻഡസ് ദാറ്റ് മെയ്ഡ് ദം ഫെർട്ടൈൽ. എങ്ങനെയാണ് ആ കൃഷി നിലങ്ങളൊക്കെ വളരെ ഫലഭൂയിഷ്ഠമായി വന്നത്? അതിൻ്റെ കാരണം സിന്ധു നദിയിൽ കൂടി ഒഴുകിക്കൊണ്ട് വരുന്ന എക്കൽ മണ്ണായിരുന്നു ഈ ഫലഭൂയിഷ്ഠതയ്ക്ക് കാരണമെന്ന് പറയുന്നത്. In Kalibangan in Rajasthan, farming was done by ploughing the land. The figures of ploughs made of clay were discovered from here. Canals were constructed for irrigation. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് കാലിബംഗാൻ, രാജസ്ഥാനിലെ കാലിബംഗാൻ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, കാലിബംഗാൻ എന്ന് പറഞ്ഞ സ്ഥലം എവിടെയാണ്? രാജസ്ഥാനിൽ. അപ്പോൾ കാലിബംഗാൻ, രാജസ്ഥാൻ. മാച്ച് ദി ഫോളോയിങ് വരാൻ സാധ്യതയുള്ളൊരു പോയിൻ്റാണത്. രാജസ്ഥാനിലെ കാലിബംഗാനിൽ നിലം ഉഴുതുമറിച്ച് കൃഷി നടത്തിയിരുന്നതായി പറയുന്നു. അപ്പോൾ കളിമണ്ണിൽ തീർത്ത ചില കലപ്പയുടെ രൂപങ്ങളൊക്കെ അവിടെ നിന്നും ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയാണത് മനസ്സിലാക്കിയിരിക്കുന്നത്. പിന്നെ ജലസേചനത്തിന് വേണ്ടി അവർ കനാലുകളും നിർമ്മിച്ചിരുന്നു. കനാൽസ് വർ കൺസ്ട്രക്റ്റഡ് ഫോർ ദി ഇറിഗേഷൻ. ഇൻ അഡീഷൻ ടു അഗ്രികൾച്ചർ, കൃഷി കൂടാതെ അനിമൽ ഹസ്ബൻഡറി ഓൾസോ എക്സിസ്റ്റഡ്. മൃഗപരിപാലനവും അവിടെ ഉണ്ടായിരുന്നു. പ്ലെൻറ്റി ഓഫ് അനിമൽ ബോൺസ് ഹാവ് ബീൻ അൺഎർത്തേഡ് ഫ്രം ഹിയർ.
അതായത് ധാരാളം, ഇതൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കിയെന്ന് ചോദിച്ചാൽ അവിടെ ധാരാളം മൃഗങ്ങളുടെ എല്ലുകളൊക്കെ അവിടെ നിന്നും ഖനനം ചെയ്ത് എടുത്തിട്ടുണ്ട്. ദ ഫിഗേഴ്സ് ഓഫ് റൈനോസറസ് ആൻഡ് എലിഫൻറ്റ്സ് മെയ്ഡ് ഓഫ് ക്ലേ ഹാവ് ഓൾസോ ബീൻ ഫൗണ്ട്. അപ്പോൾ അവിടെ റൈനോസറസിൻ്റെയും എലിഫൻറ്റിൻ്റെയും ക്ലേ മോഡൽസും അവിടെ കണ്ടെത്തിയിട്ടുണ്ട്. റൈനോസിനസ് ആൻഡ് എലിഫൻറ്റ്, അതായത് റൈനോസറസ് എന്ന് വെച്ചാൽ കാണ്ടാമൃഗമാണ്. പിന്നീട് കാള, ആട്, പന്നി, ചെമ്മരിയാട് എന്നിവ അവിടെ വളർത്തിയിരുന്നു. They reared ox, goat, pig and sheep. The surplus agricultural products were stored in the granary. അപ്പം കൃഷി ചെയ്ത് മിച്ചം വന്നിരുന്ന അഗ്രികൾച്ചറൽ പ്രോഡക്റ്റുകളൊക്കെ അവർ ഈ ഗ്രാനറിയിലാണ് സൂക്ഷിച്ചിരുന്നത്, ധാന്യപ്പുരയിൽ. ദ ഗ്രെയിൻസ് കളക്റ്റഡ് ഇൻ ഫോം ഓഫ് റവന്യൂ വെർ ഓൾസോ കെപ്റ്റ് ദെയർ. ഇനി ധാന്യങ്ങൾ വിറ്റ് കിട്ടുന്ന പണം, അത് ആ റവന്യൂവും അവിടെ തന്നെ സൂക്ഷിച്ചിരുന്നു. ഇന്നൊക്കെ നമ്മൾ ലോക്കറിലും ഒക്കെ പൈസ ബാങ്കിലൊക്കെ സൂക്ഷിക്കുന്നത് പോലെ. ദി ഗ്രെയിൻസ് ദ സ്റ്റോർഡ് വെർ മെയ്ഡ് അവൈലബിൾ ടു പബ്ലിക്. അപ്പോൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഗ്രെയിൻസൊക്കെ അവർ പബ്ലിക്കിന് കൊടുക്കുമായിരുന്നു, ജനങ്ങൾക്ക് കൊടുക്കുമായിരുന്നു. സച്ച് ഗ്രാനറീസ് ആർ ദ എവിഡൻസ് ഓഫ് ദി എക്സിസ്റ്റൻസ് ഓഫ് ആൻ ഇഫക്റ്റീവ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. അപ്പോൾ ഹാരപ്പൻ സിവിലൈസേഷനിൽ ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം, ഭരണ സംവിധാനം നിലനിന്നിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അവിടുത്തെ ഗ്രാനറീസ്, ധാന്യപ്പുരകൾ. The Harappan granaries speak many things about the administrative system of the period. What are they? എന്തൊക്കെയാണ് ഹാരപ്പൻ ഗ്രാനറീസ് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തെക്കുറിച്ച് പറയുന്നത്, എന്തൊക്കെയാണെന്ന് ഇപ്പോൾ നമ്മൾ പറഞ്ഞ് കഴിഞ്ഞതേ ഉള്ളൂ. The trade in Harappa. The agricultural progress led to surplus production and storage of grains. Accurate weight and measures were used for exchanging the stored products. Weighing and measuring tools have been unearthed from here. അടുത്ത് പറയുന്നത് വ്യാപാരത്തെക്കുറിച്ചിട്ടാണ്, കച്ചവടത്തെക്കുറിച്ച്. അവിടെ അഗ്രികൾച്ചറൽ പ്രോഗ്രസ് ഉണ്ടായെന്ന് നമ്മൾ പറഞ്ഞു. അഗ്രികൾച്ചർ പ്രോഗ്രസ് ഉണ്ടായപ്പോഴത്തേക്കിനാണ് സർപ്ലസ് പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നതും. പിന്നെ നമ്മൾ നേരത്തെ കണ്ടതാണ് അഗ്രികൾച്ചറൽ സർപ്ലസൊക്കെ അവർ വിറ്റഴിക്കുന്നതും പിന്നെ സ്റ്റോർ ചെയ്യുന്നതിനൊക്കെ അവർക്ക് ഗ്രാനറീസ് ഉണ്ടായിരുന്നു. അങ്ങനെ എക്സസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അവർ ഗ്രാനറീസ് ആയിരുന്നു സ്റ്റോർ ചെയ്തിരുന്നതെന്ന് പറഞ്ഞു. അപ്പം അക്യുറേറ്റ് മെഷേഴ്സ് വർ യൂസ്ഡ് ഫോർ എക്സ്ചേഞ്ചിങ് ദ സ്റ്റോർഡ് പ്രോഡക്ട്സ്. അപ്പോൾ ഈ അവർ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന വസ്തുക്കൾ കൃത്യമായിട്ട് അളക്കാൻ, അതിന് കൃത്യമായിട്ടുള്ള അളവ് തൂക്കങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നു. അത് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള അളവ് തൂക്കം അവർക്ക് ഉണ്ടായിരുന്നു. വെയിങ് ആൻഡ് മെഷറിങ് ടൂൾസ് ഹാവ് ബീൻ അണേർത്തേഡ് ഫ്രം ഹിയർ. നമുക്കറിയാം ഏതൊരു ചരിത്രാവശിഷ്ടവും നമുക്ക് ഖനനം ചെയ്തായിരിക്കും നമുക്ക് ലഭിക്കുക, മണ്ണിനടിയിൽക്കായിട്ട് ഖനനം ചെയ്തായിരിക്കും നമ്മളത് ലഭിക്കുന്നത്. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത്. വെയിങ് ആൻഡ് മെഷറിങ് ടൂൾസ് ഹാവ് ബീൻ അണേർത്തേഡ് ഫ്രം ഹിയർ. Haven't you discussed the Mesopotamian civilization in a previous class? അതായത് നേരത്തെ ക്ലാസ്സുകളിൽ നമ്മൾ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടല്ലോ. ദ ഇൻസ്ക്രിപ്ഷൻ ഡിസ്കവേർഡ് ഫ്രം മെസപ്പൊട്ടോമിയൻ മെൻഷൻ ദ റിലേഷൻ വിത്ത് മെലൂഹ. അപ്പം മെസപ്പൊട്ടോമിയനിൽ ലഭിച്ചിരുന്ന ഇൻസ്ക്രിപ്ഷൻസ്, ആലേഖനങ്ങൾ, അവയിൽ എന്താണ് മെലൂഹയുമായിട്ട് ട്രേഡ് ഉണ്ടായിരുന്നെന്ന് പറയപ്പെടുന്നുണ്ട്. ഹിസ്റ്റോറിയൻസ് ഒപ്പൈൻ ദാറ്റ് മെലൂഹ ഈസ് പ്രോപ്പർലി ഹാരപ്പ. അപ്പം ഹിസ്റ്റോറിയൻസ് തന്നെ പറയുന്നുണ്ട് എന്താണ്, മെലൂഹ തന്നെയാണ് ഹാരപ്പയെന്ന്. ദ മെസപ്പൊട്ടോമിയൻ സീൽസ് ഫൗണ്ട് ഫ്രം ഹാരപ്പ ഓൾസോ പ്രൊവൈഡ് എവിഡൻസ് ഫോർ ദിസ് ട്രേഡ് ലിങ്ക്. അപ്പം മെസപ്പൊട്ടോമിയയിലെ ചില ചിഹ്നങ്ങൾ, സീൽസൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിലും മെസപ്പൊട്ടോമിയൻ സീൽസ് ഫൗണ്ട് ഫ്രം ഹാരപ്പയിൽ നിന്നും ലഭിച്ച മെസപ്പൊട്ടോമിയൻ സീൽസിലും ഈ ട്രേഡിൻ്റെ എവിഡൻസ് കാണിക്കുന്നുണ്ട്. ലോത്തൽ വാസ് വൺ ഓഫ് ദ മാരിടൈം ട്രേഡ്. അപ്പോൾ മാരിടൈം ട്രേഡിൻ്റെ ഒരു സെൻറ്റർ ആയിരുന്നു അന്ന് ലോഥൽ എന്ന് പറയുന്നത്. അപ്പം ലോഥലായിരുന്നു അവിടുത്തെ എന്താണ് കടൽ വഴിയുള്ള വാണിജ്യ കേന്ദ്രങ്ങളിൽ പ്രധാനമായിട്ടിരുന്ന ഒന്ന്. അതൊരു പോയിൻ്റാണ്, ശ്രദ്ധിച്ചോണം, ലോഥൽ. The clay models of the sailing ships obtained also prove their maritime trade link. ഇതെങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ചാൽ, കളിമണ്ണിൽ തീർത്ത പായ്ക്കപ്പലിൻ്റെ രൂപങ്ങൾ കടൽ വഴിയുള്ള കച്ചവടത്തിൻ്റെ ഒരു പ്രധാന തെളിവായിട്ട് കണക്കാക്കപ്പെടുന്നു. The seals widely found from the Indus Valley sites were probably used for the purpose of trade.
അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ സിന്ധു നദീതട കേന്ദ്രങ്ങളിൽ നിന്നും വ്യാപകമായിട്ട് ചില സീലുകൾ എന്ന് വെച്ചാൽ മുദ്രകൾ ലഭിച്ചിട്ടുണ്ട്. ആ മുദ്രകൾ എന്ന് പറയുന്നത് കച്ചവടത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളതാവാമെന്ന് പറയുന്നു. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ആ മുദ്രകളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു ഹോൾസിൻ്റെ ഷേപ്പുള്ള ഇതൊരു റൈനോടെ പോലത്തെ കൊമ്പൊക്കെ ഉള്ളൊരു മൃഗത്തിൻ്റെ ഇതും കുറച്ച് ചിഹ്നങ്ങളൊക്കെ ആയിട്ട് ഒരു വരയും ഒരു മീനിൻ്റെ പോലത്തെ ചിഹ്നമൊക്കെ ആയിട്ട് കുറച്ച് സീൽ അവിടെ കൊടുത്തിട്ടുണ്ട്. However, no evidence for the use of coins has yet been found. അപ്പോൾ കോയിൻസ് യൂസ് ചെയ്തതിൻ്റെ ഒരു തെളിവ് അവിടെ നമുക്ക് കിട്ടിയിട്ടില്ല. ദേ കളക്റ്റഡ് കോപ്പർ ഫ്രം ദി മൈൻസ് ഓഫ് K3 in the present Rajasthan and tin from the present Afghanistan and Central Asia. പിന്നീട് ഒരു കാര്യം എന്ന് വെച്ചാൽ രാജസ്ഥാനിലെ K3 എന്ന് പറഞ്ഞ ഖനികളിൽ നിന്നും ചെമ്പും പിന്നീട് അഫ്ഗാനിസ്ഥാനിൽ നിന്നും മധ്യ ഏഷ്യയിൽ നിന്നും വെളുത്തീയവും ശേഖരിച്ചിരുന്നു എന്ന് പറയുന്നു. ഇനി ഈ ചെമ്പും വെളുത്തീയവും ചേർന്നിട്ടാണ് വെങ്കലം നിർമ്മിച്ചത്. കോപ്പർ വാസ് മിക്സ്ഡ് വിത്ത് tin to produce bronze. They made tools and weapons using bronze. അത് അവർ ടൂൾസും വെപ്പൺസും ഒക്കെ വെങ്കലം ഉപയോഗിച്ച് ഉണ്ടാക്കുന്നു. സിൻസ് ബ്രോൺസ് വാസ് വൈഡ്ലി യൂസ്ഡ് ഇൻ ഹാരപ്പൻ സിവിലൈസേഷൻ, അപ്പോൾ ഈ ബ്രോൺസ് വൈഡായിട്ട് യൂസ് ചെയ്തിരുന്നത് കൊണ്ട് ഹരപ്പൻ സിവിലൈസേഷനെ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ എന്നും പറയുന്നുണ്ട്. അപ്പം വെങ്കലത്തിൻ്റെ ഉപയോഗം നമ്മൾ ഈ ഹാരപ്പൻ സംസ്കാരത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഹരപ്പൻ സംസ്കാരത്തിനെ ഒരു വെങ്കല യുഗ സംസ്കാരം എന്നായിട്ട് കണക്കാക്കുന്നത്. നമ്മൾ പഠിക്കുന്ന 3-4 സിവിലൈസേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിലൊരു സിവിലൈസേഷനാണ് ഹരപ്പൻ സിവിലൈസേഷൻ. അതൊരു ബ്രോൺസ് ഏജ് സിവിലൈസേഷനാണ്. ഈ ചാപ്റ്ററിലെ നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ ബ്രോൺസ് ഏജ് സിവിലൈസേഷനാണ് ഹരപ്പൻ സിവിലൈസേഷൻ അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ. അവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. വാട്ട് ആർ ദ എവിഡൻസസ് ദാറ്റ് സിഗ്നിഫൈ ദ ട്രേഡ് റിലേഷൻസ് ഓഫ് ദി ഹാരപ്പൻ പീപ്പിൾ? അപ്പോൾ ഹാരപ്പൻ പീപ്പിളിൻ്റെ ട്രേഡ് റിലേഷൻസ് കാണിക്കുന്നതിൻ്റെ എവിഡൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടതാണ്. ഇൻസ്ക്രിപ്ഷൻസ് ഡിസ്കവേർഡ് ഫ്രം മെസപ്പൊട്ടോമിയ, അത് അവരുടെ ട്രേഡ് റിലേഷൻ കാണിക്കുന്നു. വിത്ത് മെലൂഹ എന്ന് പറഞ്ഞാൽ ഹാരപ്പ തന്നെയാണ്. പിന്നീട് ദ മെസപ്പൊട്ടോമിയൻ സീൽസ് ഫൗണ്ട് ഫ്രം ഹാരപ്പയിൽ നിന്നും കണ്ടെടുത്ത മെസപ്പൊട്ടോമിയൻ സീൽസ്. ക്ലേ മോഡൽസ് ഓഫ് സെയിലിംഗ് ഷിപ്സ്, പിന്നെ നമ്മൾ പറഞ്ഞത് സെയിലിംഗ് ഷിപ്പിൻ്റെ ക്ലേ മോഡൽസ്. ഇതൊക്കെ എന്താണ് അവർക്ക് മാരിടൈം ട്രേഡ് ഉണ്ടായിരുന്നതായിട്ട് കാണിക്കുന്ന ക്ലേ മോഡൽസ്. ഇതൊക്കെയാണ് എന്താണ് ഹരപ്പൻ പീപ്പിളുടെ ട്രേഡ് എവിഡൻസ് കാണിക്കുന്ന കാര്യങ്ങൾ. അതിൻ്റെ ആ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് അത്. ഹരപ്പൻ ജനതയുടെ കച്ചവട ബന്ധങ്ങൾ സൂചിപ്പിക്കുന്ന തെളിവുകൾ നമ്മളിപ്പോൾ പറഞ്ഞ 3 കാര്യങ്ങളാണ്. ഇനി കരകൗശല വസ്തുക്കളും തൊഴിൽ കൂട്ടങ്ങളും, അതായത് ഹാൻഡിക്രാഫ്റ്റ്സ് ആൻഡ് ഒക്യുപ്പേഷണൽ ഗ്രൂപ്പ്സ് ആണ്. ദ സീൽസ്, ക്ലേ ഫിഗേഴ്സ്, യുട്ടൻസിൽസ്, ഓർണമെൻറ്റ്സ് എക്സെട്ര ഡങ് ഫ്രം ദി ഹരപ്പ വർ വിറ്റ്നസ് ഓഫ് ദെയർ ക്രാഫ്റ്റ്സ്മാൻഷിപ്പ്. അപ്പോൾ എങ്ങനെയാണ് ഇവർക്ക് ഈ കരകൗശല വിദ്യയിലൊക്കെ ഒരു പ്രാഗൽഭ്യം തെളിയിച്ചെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവരുടെ കരവിരുത് നമുക്ക് മനസ്സിലാകുന്നത് ഹരപ്പയിൽ നിന്ന് ലഭിച്ച കളിമൺ രൂപങ്ങൾ, പാത്രങ്ങൾ, മുദ്രകൾ, ആഭരണങ്ങൾ തുടങ്ങിയവയിൽ നിന്നാണ് നമുക്ക് ഇവരുടെ ഈ കരവിരുതൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അവ നിർമ്മിച്ചത്? ദ റൂയിൻസ് ഓഫ് ദ ക്ലിൻസ് were pottery was produced have been widely dug out. The ruins of the cleans. അപ്പോൾ ക്ലിൻസ് എന്ന് പറഞ്ഞ സാധനമാണ് അവർ പോട്ടറി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നത്. അത് വ്യാപകമായിട്ട് കുഴിച്ചെടുത്തിട്ടുണ്ട്. അതായത് മൺപാത്രം നിർമ്മിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച ചൂളയാണ് ഈ ക്ലിൻ എന്ന് പറയുന്നത്. അതിൻ്റെ അവശിഷ്ടം ധാരാളമായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നീട് ഈ മൺപാത്രങ്ങളിൽ അവർ അലങ്കാരപ്പണികളൊക്കെ ചെയ്തിരുന്നു. ഓർണമെൻ്റൽ വർക്ക്സ് were done on the clay pots. Animal figures were molded from clay. അപ്പോൾ കളിമണ്ണിൽ നിന്നും മൃഗങ്ങളുടെയൊക്കെ ഫിഗേഴ്സ് അവരത് മൗൾഡ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ രൂപങ്ങൾ നിർമ്മിച്ചെടുക്കുന്നതിനാണ് മൗൾഡ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത്. ഫിഗേഴ്സ് ഓഫ് മെൻ, അതുകൂടാതെ ഫിഗേഴ്സ് ഓഫ് മെൻ, വുമൺ ആൻഡ് കാർഡ്സ് ഹാവ് ഓൾസോ ബീൻ അൺകവേർഡ് ഫ്രം ഹിയർ. കോപ്പർ, ബ്രോൺസ് ആൻഡ് ഗോൾഡ് were used to make ornaments. അപ്പോൾ കോപ്പറും ബ്രോൺസും പിന്നീട്
ഗോൾഡുമാണ് അവർ ഓർണമെൻറ്റ് യൂസ് ചെയ്യാനായിട്ട്, ഓർണമെൻറ്റ്സ് നിർമ്മിക്കാൻ വേണ്ടി യൂസ് ചെയ്തിരുന്ന മെറ്റൽസ്. എവിഡൻസ് ഓഫ് സെൻറ്റേഴ്സ് വേർ ബീഡ്സ് were made have been unearthed in ലോത്തൽ. അതായത് അവർ മുത്തുകൾ നിർമ്മിച്ചിരുന്ന സ്ഥലങ്ങളും അവൻ്റെ അവശിഷ്ടങ്ങളും ലഭിച്ചിട്ടുണ്ട്. പിന്നീട് പറയുന്നത് ബാംഗിൾസ് were made from clay, ബ്രോൺസ് ആൻഡ് ടോർട്ടോയിസ് ഷെൽസ്. അപ്പോൾ അവർ ബാംഗിൾ എന്ന് വെച്ചാൽ വളകൾ നിർമ്മിച്ചിരുന്നത് കളിമണ്ണ് കൊണ്ടും ബ്രോൺസ് കൊണ്ടും, ടോർട്ടോയിസ് എന്ന് വെച്ചാൽ ആമയുടെ ഷെല്ലുകൾ കൊണ്ടാണ്. ദോ സ്കിൽഡ് അറ്റ് മേക്കിംഗ് ഹാൻഡിക്രാഫ്റ്റ്സ്, ഹാരപ്പൻസ് ഡിഡ് നോട്ട് ഗീവ് ഇമ്പോർട്ടൻസ് ടു ഫോർജിങ് വെപ്പൺസ്. അപ്പം ഈ ഹാൻഡിക്രാഫ്റ്റിനൊക്കെ അവർക്ക് നല്ല കരവിരുത് ഉണ്ടായിരുന്നെങ്കിലും അവർ വെപ്പൺസൊക്കെ ഉണ്ടാക്കുന്നതിൽ അത്രയും ഇത് കാണിച്ചില്ല. ആയുധ നിർമ്മാണത്തിന് അവരത്ര ഇമ്പോർട്ടൻസ് അവർ കൊടുത്തിരുന്നില്ലെന്നാണ് പറയുന്നത്. ദ ആർട്ടിസ്റ്റിക് സ്കിൽ ഓഫ് ദ ഹാരപ്പൻസ് ഇസ് റിഫ്ലക്റ്റഡ് ഇൻ ദ സീൽസ് ദേ മെയ്ഡ്. അവർ നിർമ്മിച്ചിരുന്ന മുദ്രകളിലൊക്കെയാണ് അവരുടെ കരവിരുത് കാണാനായിട്ട് സാധിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്ലേ പോട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ബ്രോൺസ് സ്റ്റാച്യു, ഒരു ഡാൻസിങ് ഗേളിൻ്റെ കൊടുത്തിട്ടുണ്ട്. The statue of the dancing girl found from Mohenjo-daro is an example for their artistic skill. അവരുടെ കലാവിരുതിൻ്റെ ഒരു മികച്ച ഉദാഹരണമാണ് മൊഹൻജൊദാരോയിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ഡാൻസിങ് ഗേളിൻ്റെ സ്റ്റാച്യു. ഒരു ചിത്രം നമ്മുടെ ടെക്സ്റ്റിലുണ്ട്. The diverse handicraft hint at the existence of occupational groups. അപ്പോൾ ഈ വിവിധമായിട്ടുള്ള ഹാൻഡിക്രാഫ്റ്റുകൾ നമുക്ക് സൂചന നൽകുന്നത് അവിടെ പലതരത്തിലുള്ള ഒക്യുപ്പേഷണൽ ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. പലതരത്തിലുള്ള തൊഴിലിൻ്റെ ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പം മുദ്രകൾ ലഭിച്ചിട്ടുണ്ട് അവിടെ നിന്നും. അങ്ങനെ ആ മുദ്രകളെ കുറിച്ചിട്ടാണ് ഇനി പറയുന്നത്. അപ്പോൾ തൊഴിൽ കൂട്ടങ്ങൾ നിലനിന്നിരുന്നെന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞത്. ഇനി നമുക്ക് അടുത്തത് മുദ്രകളെ കുറിച്ചിട്ടാണ് പഠിക്കാനുണ്ട്. കുറച്ച് മുദ്രകളുടെ കൊടുത്തിട്ടുണ്ട്. സൈൻ ബോർഡ് ഇൻ ധോലാവിറ എന്ന് പറഞ്ഞത് കൊടുത്തിട്ടുണ്ട്. സീൽ ആൻഡ് സ്ക്രിപ്റ്റ്, ഏകദേശം അതൊരു ചൈനീസ് ലെറ്റേഴ്സൊക്കെ പോലെ നമുക്ക് തോന്നും, അതുപോലത്തെ കുറച്ച് സീലുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഗിവൺ അബൌവ് ദ പിക്ചേഴ്സ് ഓഫ് എ ഫ്യൂ സീൽസ് ഫ്രം ദി ഇൻഡസ് വാലി സൈറ്റ്സ്. അപ്പോൾ ഇൻഡസ് വാലി സൈറ്റിൽ നിന്നും ലഭിച്ച കുറച്ച് സീൽസാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ക്യാൻ യു സീ ഇൻ ദ സ്ക്രിപ്റ്റ്സ് ഇൻ ദം? നിങ്ങൾക്ക് ഈ സ്ക്രിപ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ടോ? ടെക്സ്റ്റ് നല്ല വ്യക്തമായിട്ട് നമുക്ക് കാണാം. വി ക്യാൻ ഡിസേൺ ദാറ്റ് ഹാരപ്പൻസ് ഹാഡ് ദെയർ ഓൺ സ്ക്രിപ്റ്റ്. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് ഹാരപ്പൻസിന് അവരുടേതായിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു, ഒരു എഴുത്ത് വിദ്യ അവർക്ക് ഉണ്ടായിരുന്നു. ദ അറ്റംപ്റ്റ്സ് ടു ഡെസിഫർ ദം ഹാവ് നോട്ട് യെറ്റ് ബീൻ സക്സസ്ഫുൾ. ഇവർക്ക് ഇങ്ങനെയൊരു എഴുത്തുവിദ്യയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇക്കാലം വരെയും ഇത് വായിക്കാനുള്ള ശ്രമം വിജയിച്ചിട്ടില്ല. ആരും തന്നെ അതൊന്നും വായിക്കാൻ സാധിക്കുന്നില്ല. ഇനി ബിലീഫ് സിസ്റ്റം, അവരുടെ വിശ്വാസങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇപ്പോൾ ട്രേഡ് പറഞ്ഞു, ഇനി വിശ്വാസങ്ങൾ. ദ സീൽസ് ഫൗണ്ട് ഫ്രം ഹാരപ്പ പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ദ ബിലീഫ് സിസ്റ്റം. അപ്പോൾ ഈ സീലുകളിൽ നിന്ന് നമുക്ക് കുറേ വിശ്വാസത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ക്ലേ ഫിഗേഴ്സ് ഓഫ് വുമൺ ഹാവ് വൈഡ്ലി ബീൻ ഡിസ്കവേർഡ്. അപ്പോൾ സ്ത്രീകളുടെ ഫിഗേഴ്സ്, കളിമണ്ണ് കൊണ്ടുള്ള ഫിഗേഴ്സ് ധാരാളം ഡിസ്കവർ ചെയ്തിട്ടുണ്ട്. ദ പ്രൂഫ് ഓഫ് ദ എക്സിസ്റ്റൻസ് ഓഫ് വർഷിപ്പിംഗ് ദ മദർ ഗോഡസ്. അപ്പം പ്രൂവ്, അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ ദേവിയെ ആരാധിച്ചിരുന്നു, അതായത് സ്ത്രീ ദൈവങ്ങളെ ആരാധിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതായത് ധാരാളം സ്ത്രീരൂപങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നുവെച്ചാൽ മാതൃ ദൈവാരാധന അതാണ് പറയുന്നത് വുമൺ ഫിഗേഴ്സിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് they prove the existence of the worshipping of the mother goddess. Such worship existed in connection with the fertility of the soil. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ഈ സ്ത്രീ രൂപങ്ങളെ അല്ലെങ്കിൽ മദർ ഗോഡസിനെ ആരാധിച്ചിരുന്നതെന്ന് ചോദിച്ചാൽ നല്ല മണ്ണിന് നല്ല ഫലപുഷ്ടി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാതൃദൈവാരാധന നിലനിന്നിരുന്നതെന്ന് തോന്നുന്നു. പിന്നീട് അവിടെ നിന്നും പുരുഷരൂപത്തിലുള്ള ശില്പങ്ങൾ, ആദിമ ശിവൻ്റെ ശില്പങ്ങളാണെന്ന് ചിത്രകാരന്മാർ പറയപ്പെടുന്നു. അത് പ്രോട്ടോ ശിവാട ചിത്രങ്ങളാണെന്ന് പറയുന്നു. അതുകൂടാതെ മൃഗങ്ങളെയും വൃക്ഷങ്ങളെയും അവർ ആരാധിച്ചിരുന്നു.
പിന്നെ മൊഹൻജദാരോവിലെ വലിയ കുളം, നമ്മൾ പറഞ്ഞ ഗ്രേറ്റ് ബാത്ത്, ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിൻ്റെ മുമ്പത്തെ ക്ലാസ്, ഇതിന് മുമ്പ് ക്ലാസ്സിൻ്റെ ഏറ്റവും ആരംഭത്തിൽ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് മൊഹൻജദാരോവിലെ ഗ്രേറ്റ് ബാത്ത് അത് മതപരമായിട്ടുള്ള ചടങ്ങുകൾക്ക് വേണ്ടി അവർ ഉപയോഗിച്ചതാണെന്ന് കരുതപ്പെടുന്നു. Historians opine that the figures of the men found from here are the early form of the Shiva, proto-Shiva. They have also worshipped the animals and trees. The great bath unearthed in Mohenjo-daro might have been used for their religious civilization. ഇനി നമുക്ക് ലാസ്റ്റ് പഠിക്കാനുള്ളത് ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പൻ സംസ്കാരം എങ്ങനെയാണ് ഇല്ലാതെ ആയത്? ദ ഫോൾ ഓഫ് ദി ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പൻ സിവിലൈസേഷൻ്റെ തകർച്ചയുടെ കാരണങ്ങൾ എന്താണ്? The Harappan civilization began to decline by BCE 1700. BC 1700 ആയപ്പോഴത്തേക്കാണത് ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങിയത്. സെവറൽ വ്യൂസ് പ്രിവെയിൽ ഓൺ ദി കോസസ് ഓഫ് ഇറ്റ്സ് ഡിക്ലൈൻ. എ ഫ്യൂ ഓഫ് ദം ആർ ഗിവൺ ബിലോ. അതിൽ ചില കാരണങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത് ഫ്ലഡ് എന്ന് വെച്ചാൽ പ്രളയം, എക്സ്റ്റേണൽ ഇൻവേഷൻസ് പുറത്തു നിന്നുള്ള ആക്രമണങ്ങൾ, ഡിഫോറസ്റ്റേഷൻ എന്ന് വെച്ചാൽ വനനശീകരണം, ഡിക്ലൈൻ ഓഫ് ദി അഗ്രികൾച്ചർ സെക്ടറിൻ്റെ അതായത് കാർഷിക വ്യവസ്ഥയുടെ ഒരു നാശം, പിന്നെ എപ്പിഡമിക്സ് പകർച്ച വ്യാധി. ഏറ്റവും ഒടുവിലായിട്ട് നമുക്കൊരു വർക്ക് ഇവിടെ നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. പ്രിപ്പയർ എ സെമിനാർ പേപ്പർ ഓൺ ദി സൈലൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദി ഇൻഡസ് വാലി സിവിലൈസേഷൻ. അപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷനെ കുറിച്ചിട്ടൊരു ഒരു സെമിനാർ പേപ്പർ അവതരിപ്പിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലെങ്കിൽ ഹാരപ്പൻ സിവിലൈസേഷനെ ഫസ്റ്റ് നമ്മൾ എക്സ്കവേഷൻസ് മുതൽ തുടങ്ങിയിട്ടുണ്ട്. പിന്നീട് പ്രസൻ്റ്ലി ഹാരപ്പൻ സിവിലൈസേഷൻ്റെ സൈറ്റുകൾ ഏതൊക്കെ പ്രദേശത്താണുള്ളതെന്ന് കണ്ടു. അതിനുശേഷം നഗരത്തിൻ്റെ സവിശേഷതകൾ കണ്ടു. നമുക്ക് പടിഞ്ഞാറുള്ള ഉയർന്ന ഭാഗം, താഴ്ന്ന ഭാഗം, സാധാരണക്കാരുടെ, പിന്നെ ആസൂത്രിതമായിട്ടുള്ള തെരുവുകളുടെ ഇമ്പോർട്ടൻസ് കണ്ടു. അഴുക്കുചാലുകൾ മറ്റൊരു സവിശേഷതയായിരുന്നു. പിന്നെ മൊഹൻജദാരോവിലെ വലിയ കുളം, ഗ്രേറ്റ് ബാത്ത്. പിന്നീട് നമ്മൾ പഠിച്ചത് ധാന്യപ്പുരകളും കൃഷിരീതികളെയും കുറിച്ചിട്ടാണ്. അതിനുശേഷം നമ്മൾ അവിടുത്തെ സീലുകളെ കുറിച്ച് കണ്ടു. കച്ചവട ബന്ധം, ലോഥലിൻ്റെ ഇമ്പോർട്ടൻസ്, കരകൗശല വസ്തുക്കളും തൊഴിൽക്കൂട്ടങ്ങളും. പിന്നീട് അവരുടെ ആരാധന രീതികൾ, വിശ്വാസ രീതികൾ. ഏറ്റവും ഒടുവിൽ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ച. അപ്പോൾ ഇത്രയുമാണ് ഇൻഡസ് വാലി സിവിലൈസേഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിരുന്നിട്ട് നോട്ട്സ് എഴുതുക. താങ്ക് യു.